ഹലോ, സിന്ധു മാളൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് ഇല്ല കേട്ടോ, ഭയങ്കര ചൂടും പരിവേശവും കാരണം ഒരു രക്ഷയില്ല. മഴക്കാറും കൂടെ ഉണ്ടോ, അപ്പോൾ ഭയങ്കരമായിട്ട് പുകയുവാണേ. സത്യം പറഞ്ഞാൽ വീഡിയോ ഇന്നലെ എടുത്തു വെച്ച വീഡിയോ കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ ഇൻട്രോ എടുത്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഇൻട്രോയും കൂടെ എടുത്തിട്ട് അങ്ങ് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. കല്യാണിയും ആര്യൻകുട്ടനും എല്ലാം കൂടെ കിടന്ന് സൈക്കിൾ കിട്ടുന്നതിൻ്റെയും കളിക്കുന്നതിൻ്റെയൊക്കെ സൗണ്ടാണ്. അതിനിടെ നമ്മുടെ കോഴി മുട്ടയിട്ടെന്ന് തോന്നുന്നു, അവളും കിടന്ന് കൂക്കുന്നുണ്ട്. അപ്പം എങ്ങോട്ട് തിരിഞ്ഞാലും സൗണ്ടാണ് അല്ലേ. എന്തായാലും ഇന്നത്തെ നല്ല സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ഉഷേശിയുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ശ്രീകുട്ടനുണ്ട്, അങ്ങനെ കുറേ പേരുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് ഓടിപ്പിക്കണ്ടോ. അപ്പം രാവിലെ തന്നെ ഇന്ന് അപ്പമാണ് കേട്ടോ. എനിക്ക് ഇഡ്ഡലിയും ദോശക്കട്ടയൊക്കെ ഇച്ചിരി ഇഷ്ടം കള്ളപ്പം മാതിരി ഇടുന്നതാണേ. ഇതാണെങ്കിൽ നല്ല പുന്നെല്ലിൻ്റെ കുത്തിരി അരച്ച് ഇന്നലെ ഞാൻ വച്ചതാണ് കേട്ടോ, നല്ല സൂപ്പറാണേ. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ. തൊണ്ട കടിക്കുന്നത്, അതാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. കിങ്ങിണി മോളും അങ്ങനെ തന്നെ വെക്കും. അപ്പം നമുക്ക് ഈ ഫ്രൈ പാനിനകത്താണെങ്കിൽ 3 എണ്ണം ഉണ്ടാക്കാൻ പറ്റുമേ. കണ്ടോ, ഒറ്റ പ്രാവശ്യം ഒഴിച്ചാൽ മതിയല്ലോ. ഇതാണ് പറയുന്നത്. ഞാൻ 3 അപ്പമാണ് എൻ്റെ കണക്ക് കേട്ടോ. അപ്പം അവനവിടെ റെഡിയാട്ടെ. ബാക്കി മാവെടുത്ത് ഞാൻ ഈ ഒരു പാത്രത്തിനകത്തോട്ടെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. ബീഫ് ഫ്രൈ വേണമെങ്കിൽ കൂട്ടാം, ഇല്ലെങ്കിൽ മറ്റേ കറി കൂട്ടാം. കിഴങ്ങും ഇതെല്ലാം കൂടെ വെച്ച് കറി, അത് ഇന്നലത്തെ കറിയാണ് കേട്ടോ. അപ്പം ഞാൻ അവനെയും കൂടെ ഒന്ന് എടുത്ത് ചൂടാക്കട്ടെ. എനിക്ക് ബീഫ് വേണ്ട. അപ്പം ഞാൻ അവനെയും കൂടെ ഒന്ന് ചൂടാക്കി രാവിലെ ഒരു പിടിക്കട്ടെ. അപ്പവും കിഴങ്ങും ക്യാരറ്റും തക്കാളിപ്പഴവും ബീൻസും ഒക്കെ കൂടെ ഇട്ട് വെച്ച കറിയാണ് കേട്ടോ. നമ്മുടെ കൂട്ടുകറി പറയല്ലേ, അതെ, കുറുമ. അപ്പോൾ അവനെയും കൂടെ എടുത്ത് ഇച്ചിരി ചൂടാക്കട്ടെ. എന്നത്തപ്പി ഉഷേച്ചി എന്നോട്, ചേട്ടായി എന്നോട് പറയണേ, നീ എന്നാടി ഉഷേച്ചി പറഞ്ഞിട്ട് നീ എന്നോട് പറയാതില്ല, നിന്നെ വിട്ടേനേരോന്ന് 6000 രൂപ. അതിൽ എനിക്ക് വിഷുവിൻ്റെ ഒന്ന് മരിച്ചു വീട്ടിൽ പോയിട്ട് പനി ചെരിഞ്ഞ് ഊത്തി കിടക്കുമായിരുന്നു. എന്നിട്ട് ചേട്ടാ എന്താ പറയാ, എന്നാടി നീ ഉഷേച്ചി പറഞ്ഞിട്ട് പറയാതിരുന്നു, നിന്നെ കൂടെ വിടത്തില്ലായിരുന്നോ, നല്ലതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിറങ്ങി. നല്ലതായിരുന്നോ? ആണോ? സൂസൻ ചേച്ചി എടുത്ത് പോകാൻ വന്ന കേട്ടോ, ചക്ക ഇടാൻ വേണ്ടിട്ട്. ചക്കവരതികള്, അയ്യോ മതി. ഞാനാണെങ്കിൽ എനിക്ക് സമയം കിട്ടില്ല, ഇന്നലെയൊക്കെ ഒന്ന് ചോദിച്ചല്ലായിരുന്നു വന്നത്. അടിപൊളി. സൈഡിലോട്ടിരുന്ന അതാ ഈ ആമ്പിള്ളേർക്ക് പെട്ടെന്ന് അറിയാം, എനിക്ക് സൈഡിലോട്ടിരിക്കാൻ പറ്റത്തില്ല, പാടാ സൈഡിലോട്ടിരുന്ന്. എൻ്റെ മുരിങ്ങത്തെ കണ്ടോ എൻ്റെ മുരിങ്ങത്തെ? ചുമ്മാ ഇല പറിച്ചാണേലും വെക്കാം, അല്ല കായും ഉണ്ടാവും. അയ്യോ, സതീശൻ വഴിയൊക്കെ വാർത്തേക്കുന്നുണ്ടോ? അല്ല, ഇന്ന് ഇപ്പം വണ്ടി വേണ്ടല്ലോ കണ്ടോ. സതീശനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. തങ്കമണി ചേച്ചി എന്നേ പോയി 10-20 ദിവസം. ചേച്ചിയൊക്കെ അമ്മാമ്മയുടെ ടൂറ് പോയിട്ട് വന്നെന്ന് പറയും. അപ്പം ഉണ്ടാവില്ല കേട്ടോ. 4 ദിവസം കറങ്ങാൻ പോയി 6000 രൂപ അല്ലേ. ഇതിലെ 3 നേരത്തെ ഭക്ഷണം പറഞ്ഞിട്ട്, പക്ഷെ എനിക്ക് ഒട്ടും വയ്യ നീശി, പനി കാരണം അവിഞ്ഞു കിടന്ന്. ഞാൻ ചേട്ടനോട് പറഞ്ഞു പോലുമില്ല. നല്ല രസം ഈ ചെടിയാണ്. അല്ല, പനിയാണെങ്കിൽ പിന്നെ പോകാൻ പറ്റുമോ? അയ്യോ, ഞാൻ എന്നാ അവസ്ഥയായിരുന്നു. സൂസമ്മ ചേച്ചിനോട്ട് പോവാ. 16 പേരോ? വിനോയും കുടുംബോ? ആരാ? സിയാറൊക്കെ ഉണ്ടായിരുന്നല്ലേ, അടിപൊളിയായിരുന്നു, പോവായിരുന്നു. 2 മിനിറ്റേ ആയുള്ളല്ലോ, 2 മിനിറ്റേ ആയുള്ളൂ. വരയ്ക്കാത്തോടും കയറിയില്ല. ഐഫോണിനകത്ത് സൂസമ്മ ചേച്ചി അതേന്നെ പണി. പിന്നെ വെറും പിന്നെന്ന് വെച്ചാ അതെ. ആണ്ട പഴുത്തത് ചേച്ചി കണ്ടോ? അതേന്നെ. അപ്പം ഞാൻ കയറി ഇടുക കേട്ടോ. അതേണ്ടേ, അത് വിളഞ്ഞായിരിക്കും. കൂഴയാ, പക്ഷെ സാധനം നല്ല വേവിക്കാൻ. അയ്യോ, പഴുത്തതായിപ്പോയി കേട്ടോ ഒരെണ്ണം ഇട്ടത്. എത്ര എണ്ണം പഴുത്തു പോയി. ഇവരിവിടെ ഇല്ലാഞ്ഞോണ്ടാ, അല്ലാതെ 2-3-4 പേര് വേവിക്കായിരുന്നു. മണ്ടയിലൊക്കെ അല്ലേ, അതല്ലേ ഇവർ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടാ. പിന്നെ അയ്യോ, അടുത്തതും പഴവാ. അയ്യോ, പിഞ്ചെല്ലാം പോവാണല്ലോ.
ദൈവം എത്ര മിഞ്ചാ വീണെന്ന് നോക്കി. അപ്പം ചേട്ടൻ കാപ്പിയൊക്കെ ആ വെട്ടണമെങ്കിലോ ഞാൻ ഇവിടെ അങ്ങോട്ട് കൂടെ കൊണ്ടുവന്നു. അതിനകത്തുണ്ട് ചേച്ചിക്ക് കൂടെ ഉള്ളതുണ്ട്. അപ്പൊ ഞാൻ കയറി വിളഞ്ഞത് നോക്കിയിരുന്ന, പക്ഷെ 2-3 പിഞ്ചു പിന്നെയും ചാടി. ഇന്നലെ എങ്ങാണ്ട് പിഞ്ചു ചാടി. ഏത് ആ അവിടെ കാണും ചേച്ചി, പക്ഷെ അതൊക്കെ മണ്ടനല്ലേ. ഇറങ്ങുന്നിടം വരെ ഇവിടെ നിക്കണേന്ന്. ദൈവമേ. ഞാൻ ഇതേലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ മുറ്റത്ത് നിന്ന് കണ്ടിച്ച് എടുക്കാം. അതൊക്കെ ഞങ്ങൾ മഴക്കാലം ആവുമ്പം വരും. അല്ല അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊട്ടാരക്കരക്കൊക്കെ കൊണ്ടുപോയത് ഇതിന്റെയാ. അതെ അതല്ലേ. അല്ല ഞാനിതൊക്കെ കാണിക്കുന്നില്ല, ഇതിൻ്റെതാ. കഴിഞ്ഞ പ്രാവശ്യം കൊട്ടാരക്കരയ്ക്ക് കൊണ്ടുപോയത്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് വേവിച്ച് കഴിഞ്ഞപ്പോൾ ചുമന്നിരുന്നു. അയ്യോ അതും പിഞ്ചാന്ന് തോന്നി. എൻ്റെ ദൈവമേ. അപ്പം ഞാൻ ഇടുന്ന എല്ലാം പിഞ്ചാണോ? ചക്ക കല്യാണം നോക്കി ഇടുന്നുണ്ട്. പക്ഷെ 2 കണ്ട് വിളഞ്ഞോളന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം പിഞ്ചാന്ന് തോന്നുന്നു. അതും പഴുത്തല്ലേ. പഴുത്തത് കണക്കൂട്ടി കുമ്പിളുണ്ടാക്കാം. ദൈവമേ 3-4 പഴുത്തതായിരുന്നു. മധുരം കാണുന്നല്ലേ. വലിയ മഴ പെയ്തില്ലോ. മധുരമുണ്ടോ? തമ്പുരാനേ മതി. ചക്കക്കല്യാണം കേട്ടോ. ചക്കക്കല്യാണം നിർത്താൻ പോവാ. എന്നാലും താഴോട്ട് ഉരുണ്ട് പോയില്ലേ ഏതെങ്കിലും കേട്ടോ. ഇത് വിളഞ്ഞതാ. ഈ ഒരെണ്ണം വിളഞ്ഞതാ. എടുത്തിട്ട് വരാനോ? എന്നാ ഷിമ്മിക്കൂടെ എടുത്തിട്ടുണ്ടേ. ചക്കയൊക്കെ കൂട്ടി അരക്ക് പോകുന്നേയില്ല. കൈ അരക്കായി കേട്ടോ. കൈ അരച്ച് ഡയറ്റ് ചെയ്തു ഷാള ഇനി അതൊക്കെ കൊണ്ടുപോയി കത്തിച്ചാൽ മതിയാൽ മതി. അന്നേരം ഒരു 5-6 വെട്ടി കേട്ടോ. വെട്ടി തന്നതേ. വെട്ടി അടത്തി ഇനി കൊണ്ടുപോയി വേവിച്ചാൽ മതി. വേവിക്കുവോ വറക്കുവോ ആടെ കുമ്പിള ഇതിനകത്തൊന്നും ചാടി ചേച്ചി. എന്നിട്ട് അന്നേരം വരെ ഉറുമ്പ് വന്നു കഴിഞ്ഞത്. അയ്യോ ഒരു കൂട്ടത്തിൽ കൂടെ വെക്കാത്താണ്. നമ്മുടെ ഷായിച്ചാൻ്റെ കുമാരി ചേച്ചിയോട് ഫോൺ വിളിച്ചോണ്ട് പോവാ. അതുകൊണ്ട് പോവാന്നും പറഞ്ഞോണ്ട് വെച്ചാൽ ഞാൻ കവറിനകത്തൊക്കെ ആക്കി കൊടുത്തു. ഇതവിടെ ചെല്ലുന്നോടം വരെ കാണണേ. ഇവിടെ എന്തോടെ എൻ്റെ പൊന്നേ മതി. വെട്ടി അടുത്ത് 2-3 ഗർഭിണികളുണ്ടാവും പരിസരത്തൊക്കെ. അവർക്കൊക്കെ കൊടുക്കണമെന്ന് ദൈവം. എൻ്റെ ചെമ്പരത്തിയെല്ലാം വേണ്ടേ നേരത്തെ വെയിലത്തോട്ട് ഇട്ടില്ല. ഇനി ഈ വെയിലത്തിറങ്ങിയാൽ ഞാൻ ചത്തു. ഇന്ന് രാവിലെ കയറിപ്പോയതാ. ഇപ്പോഴാ ഒന്ന് വെട്ടിപ്പറക്കി ഇറങ്ങി വന്നേ. അപ്പം നേടെ ഞാനും കുറച്ചെടുത്തു. കുറേ ചേച്ചിക്ക് കൊടുത്ത് വിട്ടേച്ചു. പിന്നെ കുറച്ച് ചക്കപ്പഴം കൊടുത്തു. കൂഴിച്ചക്കപ്പഴം കേട്ടോ. രീതിയിലുള്ള സംഘത്തിന് വന്ന കേട്ടോ. കുടയില്ലാതെ വന്നു മഴ. ഞാനും ഉണ്ട്, സ്മിതയുണ്ട്. ഇത് നല്ല രസമുണ്ടല്ലേ ഈ ചെടി. നല്ല ഭയങ്കര വീണ്ടും നിൽക്കും കേട്ടോ. ഞങ്ങൾ 3-4 പേരുണ്ട്. പക്ഷേ കുടയില്ലാതെ ഇങ്ങനെ ഇരിക്കുക. സൂസമ്മ ചേച്ചി, ഞാൻ സ്മിതയൊക്കെ എല്ലാവരും അകത്തുണ്ട്. ഞാനുണ്ടല്ലോ സംഘത്തിന് പോയിട്ട് വന്നതാണ്. മഴ പെയ്തു. കുട ഉണ്ടാകാതെ പോയി. എന്നിട്ട് അവിടെ ചെന്നപ്പത്തിന് മഴ പെയ്തു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുമഞ്ചേട്ടൻ്റെ ഇന്നലെ കുഞ്ഞുമഞ്ചേട്ടൻ്റെ അവിടെ നിന്ന് ഒരു കൊക്കോപ്പഴം പറിച്ചെടുത്താ കേട്ടോ. എനിക്ക് കൊക്കോപ്പഴം ഇഷ്ടമാണ്. എനിക്കും അതെ, അമ്മൂനും അതെ. ഒന്നും പറയാൻ കേട്ടോ. അവിടുന്ന് പേരക്കായും ചക്കയും ഒക്കെ പറിച്ചെടുക്കുന്ന കേട്ടോ. ചോദിച്ചാലും പറയാം അതിന് അവരൊന്നും പറിച്ചെടുത്തു എന്ന് പറയും. വെറും പാവം മനുഷ്യര. എല്ലാവരും അതെ കേട്ടോ. പരിസരം അപ്പുറത്ത് കേട്ടൊക്കെ മാറുന്നത് എല്ലാവരും അതെ. അപ്പം എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇതാ ഈ കൊക്കോയുടെ ഈ കുരു ഉണങ്ങിയിട്ടാണ് ചോക്ലേറ്റും കാഡ്ബറിയും ഒക്കെ ഉണ്ടാക്കുന്നത്. ഭയങ്കര വിലയാണ് കേട്ടോ ഇപ്പം. മധുരമുണ്ട്, പക്ഷെ പുളിയുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ട് പോയപ്പോൾ ശ്രീകുട്ടനെ കണ്ടായിരുന്നേ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയിരുന്നു. അപ്പം ഞാൻ ഇല്ലായിരുന്നു, സംഘത്തിന് പോയിക്കുമായിരുന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഇല്ലായിരുന്നു. ഇപ്പോൾ കണ്ണനും വിശാലും പറഞ്ഞു ശ്രീകുട്ടൻ ചേട്ടായി വന്നിട്ട് പോയെന്ന്. അവൻ ചിലപ്പോൾ ഇനിയിപ്പോൾ ലീവ് കഴിയാറായി കാണും, പോകാറൊക്കെ ആയി കാണും. വഴി വെച്ച് ഞാൻ കണ്ടായിരുന്നു. അവിടെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പോയി. ഇപ്പം വരുവേന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ സംഘം കഴിയാതെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഞാൻ ഇച്ചിരി കഴിയുമായിരിക്കുന്നേ. പക്ഷെ ഇവിടെ വന്നിട്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്ഷീണിച്ചിരിക്കുന്നു. അപ്പടി ഹെൽമെറ്റൊക്കെ വെച്ചേക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. കുഞ്ഞായിട്ട് അപ്പോൾ കുഞ്ഞായി കൊതി കണ്ടപ്പോൾ. അപ്പം എന്നാലും ഉണ്ടാക്കി വെച്ചില്ല. ശ്രീകുട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. നാളെ പോകും. എന്നാലും പോകുന്നതിന് മുമ്പ് ഓടി വന്നതാ. തിരക്ക് പിടിച്ചു വന്നാണ്. 10 ദിവസമല്ലേ എവിടെല്ലാം പോയത്. കൊച്ചെടുക്കൽ എന്ത് തുണി തയ്ച്ചിട്ട് മേടിക്കാനാണ് പോയത്. പിന്നെ അങ്ങോട്ട് പോയിട്ടേ. ആണോ? എല്ലായിടത്തും വരുമ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ല. ഞാൻ വന്ന ഒരാളെ കഴിക്കാനൊക്കെ തന്നിട്ടുണ്ട്. ചായ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അതെ,
ഉണക്കച്ചെമ്മീനും കൊഞ്ചുകറിയാ ഇഷ്ടമുള്ളത് അല്ലേ? അപ്പച്ചീനോടൊപ്പം തിന്നു ഇന്ന് മോളമ്മയോട് പറയും. ചെമ്മീൻ ഇഷ്ടമായിട്ട് കോളേജിൽ കൂട്ടുകാർ നാട്ടിൽ നിന്ന് ചെമ്മീൻ വെച്ചാൽ ഇട്ടോണ്ട് വരുന്നുണ്ട് എനിക്ക് വേണ്ടി. ആണോ? നല്ല കൂട്ടുകാർ പിള്ളേരൊക്കെ അല്ലേ? നല്ല പിള്ളേരാ. അല്ല ഞാൻ കണ്ട് വീഡിയോക്കകത്തൊക്കെ ഒരുപാട് പിള്ളേരുണ്ട്. എല്ലാരും കോട്ടയംകാരും ചങ്ങനാശ്ശേരിക്കാരൊക്കെയാണ്. ആണോ? ദൂരെ നിന്ന് കുറച്ച് പിള്ളേരുണ്ട്, മലപ്പുറം കോഴിക്കോട്. ആണോ? ഞാൻ ചിറ്റപ്പനെ കണ്ടപ്പോഴേ എന്നോട് പറയും നീ വന്നിട്ടൊന്നും വരുവോ പോലും ഇല്ല, വന്ന് പഴയ സ്നേഹമൊന്നും ഇല്ലെന്ന്, തിരക്കല്ലേ നാട്ടിൽ വന്നെങ്കിൽ എന്നാ ചെയ്യാനാ. അല്ല ഞാനിപ്പോ സംഘത്തിന് പോയപ്പോ നിന്നെ വഴി വെച്ച് കണ്ടില്ലേ, ഇവിടെ വന്നപ്പോ എന്നോട് മറ്റേ കണ്ണന്റെ അനിയൻ വെച്ച് പറഞ്ഞു ശ്രീകുട്ടൻ ചേട്ടാ വന്നിട്ട് പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞു ശ്രീകുട്ടൻ വന്നായിരുന്നു, കണ്ടില്ല, വഴി വെച്ച് കണ്ടായിരുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോ അപ്പച്ചി സംഘത്തിന് പോയൊക്കെ വരുമ്പോ താമസിക്കൂടാന്ന് ചോദിച്ചു. വെച്ച് താമസിക്കും ചേട്ടായി, ഞാൻ പോയിട്ട് വരാം, പോയിട്ട് വരാം പറഞ്ഞിട്ടാ. ആണോ? വാ അതാ 10 മിനിറ്റ് കഴിഞ്ഞ് വന്നേ. അല്ല 10 മിനിറ്റ് ആയപ്പോഴത്തേനും പിന്നെ വന്നു. എന്നാ കഴിക്ക്. അപ്പൊ ഏതായാലും അപ്പത്തിന് മാവുണ്ടായതുകൊണ്ട് 2 അപ്പം ചുട്ടു കൊടുത്തു. ഒരുത്തൻ വന്നിട്ട് ഇതേ പോവാട്ടോ വേണം. അല്ല അത് മഴ ചതിച്ചു വന്നിട്ടല്ലേ, സമയം ഇതായത് കേട്ടോ 7:30 10 മിനിറ്റ് കഴിയുമ്പോൾ പോവാന്നുള്ള പ്ലാന് വന്നു. പക്ഷേ അമ്മും വിഷ്ണു എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തെ ഓർത്ത് അമ്മ വീഡിയോ എടുക്കുമ്പോൾ ദൈവത്തെ ഓർത്ത് ക്യാമറയെ നോക്കണേ. ഇപ്പൊ നിന്റെ തല കിട്ടിയിട്ടില്ല, നാളെ അമ്മുവോ വിഷ്ണു വിളിക്കും. എന്നാ അമ്മയോട് പറഞ്ഞാൽ മലയാളം മനസ്സിലാകത്തില്ല. ഇത് നമ്മള് വീഡിയോ എടുക്കുമ്പോഴും എപ്പോഴും ഇപ്പൊ ഞാനാണേലും മാളിനോടും അമ്മയോടും പറഞ്ഞു നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഫോണിലായിരിക്കും ക്യാമറ കാഴ്ച കാണാൻ പോകുമ്പോഴല്ലോ വീഡിയോ കാണുന്നവർക്ക് അതേ ദേഷ്യം വരും. ശരി ശരിയാ. അപ്പൊ ഐഫോൺ ഒക്കെ എടുത്തിട്ടുണ്ട്, നല്ല നല്ല വീഡിയോ ഒക്കെ പ്രതീക്ഷിക്കുന്നു. എനിക്ക് എന്റെ വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞ സമയം ഇപ്പൊ പഠിച്ചോ. ഞായറാഴ്ച ദിവസം ഒരു ദിവസം ലീവ് കിട്ടും. ഒരു 10 മണിയാകുമ്പോ എണ്ണീറ്റ് കാപ്പിയും കുടിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അമ്മൂന്റെ രാജ്യത്തെ വീഡിയോ ആണ്, അപ്പച്ചിയുടെ ആണ്, വീട്ടിലത്തെ ആണ്, എല്ലാത്തിനും നേരത്തെ പിടിച്ച് ലൈക്ക് അടിക്കും. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. പോവാ എന്നിട്ട് വേണം പാക്ക് ചെയ്യാനുണ്ട്. നാളെ പോലെ വല്ലപ്പോഴല്ലേ വരുന്നത്, വരുമ്പോ എല്ലായിടത്തോടും ഓടി പോകുമ്പോ ചിറ്റപ്പനെ ജസ്റ്റ് കണ്ടിട്ട് പോകാം. അല്ല ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ അല്ല ബേക്കറിന്നൊക്കെ എന്നിട്ടൊക്കെ മേടിക്കാനുണ്ടല്ലോ പറഞ്ഞേ. എല്ലാം മേടിച്ചോണ്ട് പോണേ. ഹെൽമെറ്റ് കൊറേ പരിപാടിയുണ്ട്. ഓ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പൊ വരുമല്ലേ? ഇട്ടൊക്കെ വരും. പോയേക്കോ. ശരി മോനെ. അടുത്ത വരണേ കാണാം. ഓക്കെ. അയ്യോ മൊത്തം നനഞ്ഞെടുക്കണോ? തുടയ്ക്കാൻ തുണി വേണോ? ആണോ? മിറ്റം തൂക്കണം. അവിടെയല്ല ആ ചെടിയുടെ എല്ലാം വീഴും. എടാ ഈ ചെടിയേ ഞങ്ങളിങ്ങനെ കവാത്ത് ചെയ്ത് വെക്കാന്നോ വിചാരിച്ചിരിക്കുക. എന്നാന്നറിയോ, അല്ല കയ്യാലെ പൊട്ടും. അതുണ്ടല്ലോ വിട്ടുമ്പം മണ്ടേലില്ലേ ഇത്ര പൊക്കറ്റ് വെച്ച് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെട്ടണം, നിരത്തി വെട്ടണം. അപ്പൊ ഒരു ഉരുണ്ട് നീങ്ങും. അല്ല അത്രയും പൊക്കണ്ട, അത്രയും താഴെ വെച്ച് വെട്ടാന്ന് ചേട്ടാ പറഞ്ഞേ. താഴെ വെച്ച് വെട്ടുമ്പോ മഴയുള്ളപ്പോ നോക്കി വെട്ടണം. കിളുക്കുമായിരിക്കുമല്ലേ? അവിടുന്ന് കുറച്ച് താഴെ നട്ടിട്ട് കിളുത്തില്ല. അപ്പൊ ഇപ്പൊ നിറച്ചു മൊട്ടുകൊണ്ട് നല്ല രസമാണേ. അപ്പൊ ചേട്ടൻ 2 ശേഖരം പോകുന്ന ആ കമ്പ് കണ്ടോ, അവിടെ വെച്ച് വെട്ടാടിന്നാ പറയുന്നേ. കഴിഞ്ഞ ദിവസം വെട്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ സമ്മതിച്ചില്ല. കിളുത്ത് കഴിഞ്ഞിട്ട് അപ്പത്തെ മുറിച്ചാൽ മതി. അങ്ങനെ ചെയ്യാം. അത് ശരിയാ അല്ലേ? അതെ ശരി. അങ്ങനെ ചീക്കുട്ടം വന്നു, ചീക്കുട്ടം പോവാ. ശരി വേണേ. ഓക്കെ എന്നാ പോയി. ഇത്ര നേരം ഒരു ഇതുണ്ടായിരുന്നു, സമയം പോയി. മഴയായിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നെ എൻ്റെ ലില്ലി സിസ്റ്റർ എന്നെ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് റൂമിൽ പിന്നെ ഇതൊക്കെ ഇട്ട് തന്ന്, പാപ്പാടെ ഇതൊക്കെ ഇട്ട് തന്ന് വിളിച്ചുകൊണ്ടിരുന്നപ്പോഴാവൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് എന്നാ സാധനമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് വാവലല്ലേ. ഇന്ന് ആരാണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സിന്ധുവമ്മ വേറെ എന്തോ ഒരു സാധനത്തിൻ്റെ പേരുമായിട്ട്. ഇപ്പം ഞാൻ ശ്രീകുട്ടം വന്നിട്ട് അങ്ങോട്ട് പോകാനായിട്ട് നോക്കിയപ്പോഴത്തേനേ അല്ല കറണ്ട് ഇല്ലായിരുന്നേ. അപ്പം ഞാൻ നമ്മുടെ ഫ്രണ്ട് ഡോർ തുറന്നിട്ടേക്കുമായിരുന്നു. ശ്രീകുട്ടനോടുള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമുള്ളതുകൊണ്ടേ കഥ തുറന്നിട്ടേക്കുമായിരുന്നു. കറണ്ടും ഇല്ലായിരുന്നു. മറ്റേ എമർജൻസി ഒക്കെ തെളിച്ച് വെച്ച് ഇരിക്കുമായിരുന്നു. അന്നേരം വന്ന് അത് ഇറങ്ങിപ്പോയെന്ന് ഞാൻ ഓർത്തേ. ദേ ഇരിക്കുന്നു പെരയ്ക്കകത്ത്. എൻ്റെ മോനെ ഇനി ചേട്ടായി വന്നിട്ട് വേണം ഇനി ഇറക്കി കളയാനായിട്ട്. കണ്ടോ എന്നാ സാധനമാണോ ഇത്? പിന്നെ എന്നാണ് ഇതിൻ്റെ പേര്? ഞാനോർത്ത് ഇത് തന്നെയാണ് അവിടെ തൂങ്ങി കിടന്നത് കഴിഞ്ഞ ദിവസം. അപ്പം ഞാനോർത്ത് ഇത് വാവലാന്ന് കേട്ടോ. എൻ്റെ മോനെ വാവലല്ല വവ്വാലല്ലേ. എന്നാ കൊണ്ട് വന്നിടത്തില്ല. ഇനിയിപ്പോൾ ചേട്ടായി പറഞ്ഞു ഇതിനെ എടുത്ത് കളയണമെങ്കിൽ. എൻ്റെ അനീഷ് പള്ളിയിലേക്കുള്ള ഇതുണ്ടാക്കിയിട്ടേക്കുന്നത് പള്ളിയിലെ ചെയറാണ് കേട്ടോ. ഒരു പണി പെയിൻ്റ് അടിക്കുകയൊക്കെ. ഞാൻ 2 ഇല വെട്ടാൻ വന്നു കേട്ടോ. അവിടെ ആൾക്കാരുടെ കളിയാണ്. അപ്പം ഞാൻ ഇന്നത്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക്
ഒരു വാഴയില വേണം, വെറൈറ്റി ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവിടെ നിറച്ച ആൾക്കാർ കേട്ടോ. അളിയാൻ പോകുന്നു, അളിയൻ ചൊറുക്കാൻ വന്ന വണ്ടിയുടെ കളി നിറച്ച് വണ്ടി. താഴെ ഗസ്റ്റ് വന്നിട്ടുണ്ട്, ചേച്ചിയുടെ ആങ്ങളെയാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഇല വെട്ടിയെടുക്കാവേ. ഇതുണ്ടോ നീറുമ്പുതി ഉണ്ടോ, നീറുമ്പുതി എന്നാൽ ഈ ഇല വെട്ടിപ്പോൾ അത് വെട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. താഴത്തെ ചൂട്ടിന്ന് പറിക്കാമെന്ന് എല്ലാം ചേട്ടായി കളഞ്ഞു. ഇതുണ്ടോ ഞാനുണ്ടല്ലോ നല്ല ചക്കപ്പഴം വെച്ച് സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുണ്ടല്ലോ കരണ്ടും. ഇനി ബാക്കിയുള്ള സാധനമൊക്കെ നമുക്ക് ഒതുക്കി എടുത്ത് വെക്കാം, അന്നേരത്തേനും വരുവാണെങ്കിൽ അടിച്ചെടുക്കാമല്ലോ. മിക്സിയുടെ ജാറിനകത്ത് അടിച്ചെടുക്കണം ചക്കപ്പഴം. അത് കൂഴച്ചക്കപ്പഴം കേട്ടോ, ഇന്നലെ നമ്മുടെ സൂസമ്മ ചേച്ചി ഒന്ന് കിട്ടിയതാണേ. തേങ്ങ ഉടച്ചെടുത്തു, ഇനി അവനെ ചിരണ്ടി എടുക്കണം. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്കിവനെ ഇതിനകത്തോട്ട് ഇങ്ങനെ ഒന്ന് അടത്തി എടുക്കാം. എന്താണെന്ന് വെച്ചാൽ കറണ്ട് വീഴുവാണെങ്കിൽ പെട്ടെന്ന് ഒറ്റ കറക്കി എടുക്കാമല്ലോ. കുരു മാറ്റി എടുക്കട്ടെ. ചക്ക ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ഒരു ദൂഷ്യവും ഇല്ലാത്ത സാധനമല്ലേ. അതിനെല്ലാം എന്താ പറയുന്നത്, എല്ലാ ഒരുമാതിരിപ്പെട്ട രോഗങ്ങൾക്കും ചക്ക തിന്നാനാണ് കേട്ടോ പറയുന്നത്. അപ്പം നമുക്ക് ഉമ്മ കിട്ടുമ്പോൾ ഇങ്ങനെ കിട്ടുമ്പോഴേ ഉണ്ടാക്കി കഴിച്ചാൽ കുഴപ്പമില്ലാത്തതല്ലേ. നല്ല കുരു കേട്ടോ, ഇതിന് വലിയ കുരു. അപ്പം കറണ്ട് വരത്തില്ല എന്ന് ശബ്ദം ചെയ്തേക്കുവാണെന്ന് തോന്നുന്നു, വന്നിട്ടില്ല കേട്ടോ. ഇതേ കുറച്ച് തേങ്ങ എടുത്തു. ഇപ്പോഴത്തെ തേങ്ങ ഒന്നും ഒരു സുഖമില്ല, എന്നറിയാം. നടന്നു വരുക, എന്നെ ചെയ്യാനാണ്. അപ്പോൾ ഒരു ചെറിയ തേങ്ങ ആയിരുന്നു, അതിൻ്റെ ഒരു മുറി ഫുള്ളും പിന്നെ ഒരു പകുതിയും കൂടി എടുത്തു. പിന്നെ ഞാൻ കുറച്ച് റവ എടുത്തു കേട്ടോ, പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തേ. പിന്നെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഏലക്കയും ജീരകോടെ പൊടിച്ചു വെച്ചേക്കുന്നതാണ്. പഞ്ചസാരയും ഇട്ട് പൊടിച്ചു വെച്ചേക്കുന്നതാണ്. അത് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താണ്. ചിലർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല, ചിലർക്ക് ഏലക്കട മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങനെ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. പിന്നെ എനിക്ക് ശർക്കരയുടെ ടേസ്റ്റ് പോലത്തെ പൊതുവേ എനിക്ക് പണ്ട് വേറെ ഇഷ്ടമില്ലാത്തതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർക്കണം. അതുകൊണ്ട് ഞാൻ മധുരം ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ, അതുകൊണ്ട് ഇച്ചിരി മടിയുണ്ട്. എന്നാലും ഞാൻ പഞ്ചസാര ചേർക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, ശർക്കര. പിന്നെ ഒരു തരി ഉപ്പുപൊടിയും ഇത് ക്രമീകരിക്കാനായിട്ട്. എന്നിട്ട് ഇനി നമുക്ക് ഈ ചക്കപ്പഴം അരിഞ്ഞ് കിട്ടിയെങ്കിലേ കാര്യമുള്ളൂ. മിക്സിക്കകത്തൊന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടെ ഒഴിച്ച് ഇളക്കി നമുക്ക് പരത്തിയൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ കറണ്ട് വട്ടല്ലേ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവനെ അടച്ചു നോക്കാം. എന്നിട്ട് കറണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അവനെ കൂടെ അടിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഞാനോടത്ത് ബാക്കി പണികൾ ചെയ്യുമ്പോഴത്തേനുമേ വരുമായിരിക്കുമെന്ന് ഓർത്തോണ്ടാണ് ചെയ്തത്, പക്ഷെ വന്നില്ല. നോക്കാം, വെയിറ്റ് ചെയ്യാം. സൈക്കിളും കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. സൈക്കിളെ കിടന്നുകൊണ്ട് അംഗമാണ്. ഒരുത്തിനെ കാണാനില്ല, വലിയ ഫുട്ബോൾ താരമൊക്കെയാണ് കേട്ടോ. ഫുട്ബോൾ പഠിക്കാനൊക്കെ പോവാ അല്ലേടാ? വലിയ പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളായി മാറും അല്ലേ? ശരി, അതുകൊണ്ട് ഇപ്പോൾ സ്കൂൾ അവധിയാണ്. എൻ്റെ ദൈവമേ, അതെ, അവന് ഭാവി അറിയാവോ, ഭൂതം അറിയാവോ അല്ലേ? സ്കൂൾ അവധി ആയാലും പിള്ളേർക്കൊക്കെ തിരക്കാണ്, ബിസിയാണ്. നമ്മുടെ കോഴി അതൊക്കെ കടന്ന് കൊക്കുന്നതാണോ മരത്തിൽ. ഞാനിവിടെയൊക്കെ ഉണ്ടല്ലോ ഈ സൈഡിൽ നിന്നുള്ളതെല്ലാം ചപ്പൊക്കെ ഇങ്ങോട്ടേക്ക് നീക്കിച്ചിലൂടെയൊക്കെ ഇച്ചിരണ്ടൊന്ന് പയറും വെണ്ടയും അത് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. കിളിക്കിയാലും നിറഞ്ഞിട്ടാട്ടെ നിങ്ങളെ കാണിക്കാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ സൈഡിലെ എല്ലാം ഇങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്തിനാണ് ഈ കുക്ക് ചെയ്ത് കണ്ടോ? മുട്ടയൊന്നും ഇട്ടിട്ടില്ല, ചുമ്മാ കളിച്ചിട്ട്. ഇപ്പോഴാണ് കറണ്ട് വന്നത് കേട്ടോ. വോൾട്ടേജ് കുറവാണ്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് അവനെ ഒന്ന് മിക്സിയുടെ ഇതിനകത്ത് അടിച്ചെടുത്തു. വോൾട്ടേജ് കുറവാട്ടോ. പിന്നെ ദേ വെള്ളം വെച്ച് എന്നിട്ട് 2-3 കുമ്പളയില അതിനകത്ത് ഇട്ടു. ഇന്ന് കുമ്പളയിലക്കകത്തല്ല ഞാൻ ഉണ്ടാക്കുന്നത്, വാഴയിലക്കകത്താണ്. വാഴയില ഇത് ഞാൻ വാട്ടിയത് വെയിലത്തൊരു ചുമക്ക് വെട്ടിയിട്ടതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ തുടച്ച് റെഡിയാക്കി എടുത്തേക്കുന്നതാണേ. ഇനി ഇവനെ നമുക്ക് ഈ ഇല പരത്താനുള്ളത് അല്ലെങ്കിൽ 2 ദിനം വെക്കാമെന്ന് ഓർത്തോണ്ട് ഞാൻ ഇവിടെ വെച്ചാൽ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിനകത്ത് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവന് തീ കൊടുക്കാം. തീ തിളച്ചോട്ടെ, ചൂടായിക്കോട്ടെ നന്നായിട്ട്. പിന്നെ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ?
കുറച്ച് പഞ്ചസാര, ഇത് ഗോതമ്പ് പൊടി, റവ, തേങ്ങ, പിന്നെ ഏലക്കയും ജീരകം കൂടെ പൊടിച്ച് ഒരു ലേശം പൊടി ഇട്ടിട്ടുണ്ട്. ഈ പഞ്ചസാര നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ ശർക്കര ഇട്ടോളൂ കേട്ടോ. ശർക്കരയാണ് ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങൾക്കൊക്കെ. പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഏലക്കടയോ ജീരകത്തിൻ്റെയോ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ഇടണമെന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ചക്കപ്പഴം ഒഴിച്ച് ഈ അരച്ച് വെച്ചേക്കുന്ന ഒഴിച്ച് ഇവനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഐഫോണിലേ ചാർജ് ഇല്ല, ഞാൻ കൊണ്ട് കുത്തിയിടട്ടെ കേട്ടോ. വീണ്ടും കറണ്ട് പോയി കേട്ടോ. ഇന്ന് എന്നാ അറിയത്തില്ല, കറണ്ടിന് വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എന്നാ പറയുക, ഇത് നാളത്തേനുള്ള വീഡിയോ ഞാൻ സേവ് കൊടുത്തിരുന്നുണ്ടല്ലോ, ഞാൻ മാറ്റാഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ ഐഫോണിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ അങ്ങനെ അപ്ലോഡ് ആക്കാനോ സേവ് ആക്കാനോ ഒക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും വേറെ പണിക്ക് ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നേം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ആ സ്ക്രീനെ തൊടാതെ അങ്ങനെ തന്നെ വെക്കണം. ഇപ്പോൾ കറണ്ട് പോയതുകൊണ്ട് ഒരു രക്ഷയില്ല. സേവ് കൊടുത്തേക്കായിരുന്നു, പക്ഷേ അതിനി എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. കറണ്ട് പോയതുകൊണ്ടാണ്. അന്ന് ഞാൻ ഓർത്തുന്ന വീഡിയോ അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. നല്ല ചക്കപ്പഴത്തിൻ്റെ അപ്പം അട ഇവിടെ സെറ്റായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവനെ അടച്ചു വെച്ചിട്ട് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. അവൻ പോയത് ഞാൻ കണ്ടില്ലല്ലോടാ. ഇപ്പോഴും പറഞ്ഞു ഞാൻ നമുക്ക് എല്ലാവർക്കും കൂടെ തിന്നാന്ന് ഓർത്ത് ഉണ്ടാക്കി ചക്കപ്പഴം വെച്ചുണ്ടാക്കിയാണ്. വീഡിയോ എടുക്കുന്നുണ്ട്. അയ്യോ, അവരോട് കൊടുക്കാതെ ചൂടുണ്ട്. ചൂടുണ്ട് ചെറിയ കുഴപ്പമില്ല അല്ലേ. ശരി, ഞാൻ ആ വിശാലുമ്പോഴുണ്ട്. ഇവർ മൂന്നും കൂടെ കടന്ന് കുറേ നേരം കൊണ്ട് കളിയായിരുന്നു. അത് ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ പെട്ടെന്ന് അതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ. എന്നിട്ട് അവർക്കൂടെ അവനൂടെ വിളിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അവൻ പോയില്ലേ, ഇനി എന്നെ കഷ്ടം. അയ്യോ, രാവിലെ ഉണ്ടാക്കിയ പോലെ ഇത്ര നേരം ഉണ്ടായിരുന്നു. കറണ്ട് ഇല്ലാതെ ചക്കപ്പഴം അടിക്കാനായിട്ട്. എടി അല്ലെന്നേ, വീഡിയോ എടുക്കുന്നതല്ലെന്നേ, മിക്സിക്ക് അത് ചക്കപ്പഴം അടിച്ചെടുക്കണ്ടായിരുന്നോ? അതിന് കറണ്ട് ഇല്ലായിരുന്നു. ആണോ? അങ്ങോട്ട് വിളിച്ചിട്ട് വന്ന് കൊടുക്കട്ടെ. ആ ചക്കപ്പഴം കിട്ടി വെച്ച് ഉണ്ടാക്കിയതല്ലേ, ചുമ്മാ തിന്നട്ടെ. ഞാനേ അവനും കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് ഉണ്ടാക്കി. പക്ഷെ അവൻ കയറി പോയില്ലേ. കറണ്ടില്ല, കറണ്ടില്ലായിരുന്നല്ലോ. ആ ചക്കപ്പഴം മിക്സിക്കകത്തടിക്കാൻ കറണ്ടില്ലായിരുന്നു. ഇപ്പഴല്ലേ വന്നേ. ഞാൻ അടുപ്പ വെച്ചിട്ട് കുടിച്ചിട്ട് വന്നിട്ട് അവൻ പോയി. എന്താ പറയാ വീട്ടിൽ തിന്നാണ്. ഇനിയിപ്പോട്ടെ എന്നാ ചെയ്യണേ. ഞാൻ ഇവന്മാരെ കൂടെ നാളെ കൊടുക്കാം. അതെ, വിവേകേട്ടാക്കി കൊടുക്കണോ? ഇനി പറഞ്ഞല്ലോ ഉള്ളു. എന്നാ നിന്റേതോട് വെച്ചാൽ വിവേകേട്ട എന്നാ അത് വിവേകേട്ടാക്കി കൊടുക്കാം. അത് വെച്ചാല് എടി ഭയങ്കര വിവേകേട്ടാക്കി കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. അവളുടേത് കൊടുക്കത്തില്ല. അപ്പാപ്പന് കൊടുക്കാൻ കൊണ്ടുപോകാൻ തോന്നും. തത്തമ്മ അപ്പാപ്പന് കൊടുക്കാൻ കൊണ്ടുപോകാൻ തോന്നും. തത്തമ്മയുടെ കിട്ടിയനല്ലേ അപ്പാപ്പൻ, അതുകൊണ്ട് കൊടുക്കാൻ പോയി. അപ്പാപ്പന്റെ മരുമോളാണോ തത്തമ്മ? എനിക്ക് ഇപ്പഴാ മനസ്സിലായി. എടി അപ്പാപ്പന്റെ ഭാര്യയാടി. പിന്നെ അപ്പാപ്പന്റെ ഭാര്യയല്ലേ തത്തമ്മ? സൂസമ്മ ചേച്ചിയുടെ അവിടുന്ന്. നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? തിന്നോ. എല്ലാം കൂടെ കിടന്ന് നേരം വെളുത്തപ്പോൾ കിടന്ന് ചാടാൻ തുടങ്ങിയതാ കളി. പക്ഷെ അന്നേരം ഞാൻ ഉണ്ടാക്കിയിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. ഞാനെല്ലാം ചെയ്ത് വെച്ചിട്ട് കറണ്ടില്ല. പിന്നെ എന്നാ ചെയ്യാനും? അതാ പറ്റിയ. അവനും ഇഷ്ടപ്പെട്ടേ. അന്നേരം ഉണ്ടാക്കാൻ എങ്ങനെ തിന്നോ വിളിക്കണേ? എടി അതിന് കറണ്ട് ഇല്ലായിരുന്നടി മിക്സിക്കകത്ത് അരയ്ക്കാൻ വേണ്ടി. ഓന്നോ ചട്ടമ്പി. ഇപ്പഴല്ലേ വന്നെ? ഇച്ചിരി മുമ്പല്ലേ വന്നേ?
ഇപ്പഴാന്ന് തോന്നുന്നു. ആ വന്നിട്ട് പിന്നെയും പോയെന്ന് തോന്നുന്നു. സിന്ധുമ്മയുടെ വീഡിയോ പോലും അപ്ലോഡ് ആയിട്ടില്ല. കണിക്കൊന്ന് സുനിപ്പൊക്കെ വെച്ചിട്ട് വെച്ചേക്കുന്ന അതാണോ? പ്ലാസ്റ്റിക് ശരികളാണ് ഇപ്പൊ എഴുണ്ട പോവുകയല്ലേ വിഷുവിന്. ഇത് പൊഴിഞ്ഞു പോവുകയല്ലോ അല്ലേ? ഞാൻ കണ്ടാലും സിദ്ധമ്മയുടെ വീടൊക്കെ ഇങ്ങനെ ഇടിച്ചു വരുന്നു. അപ്പം അത് തണുക്കാത്തോണ്ടാ. ഇച്ചിരി അങ്ങോട്ട് തണുത്ത് ഞാൻ ഇല നീ പറഞ്ഞു പോരും. നീ അങ്ങനെ കിള്ളിപ്പറിച്ചിട്ടാ. ചൂടോടെ ചൂടോടെ തിന്നാണല്ല. അപ്പൊ ഭയങ്കര സന്തോഷത്തിരിക്കും രണ്ടുപേരും. എന്നതിനാ സന്തോഷിച്ചിരിക്കുന്നത്? ഹായ് സിറി എന്നും പറഞ്ഞുകൊണ്ട് സിറിയോട് സംസാരിച്ചിട്ടിരിക്കുക കേട്ടോ രണ്ടുപേരൂടെ. ഹലോ ഹൗ ആർ യു ഒക്കെ ചോദിച്ചു. അവനൊരു സംശയം, ഇതെന്നെ അടവാണോന്ന്, സിന്ധുമ്മയുടെ അടവാണോ അവനെ പറ്റിക്കുന്നതാണ്. അവനുടനെ ഇംഗ്ലീഷിൽ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സിറി ലൈറ്റ് ഓൺ ചെയ്ത് കൊടുത്തു. യൂട്യൂബ് ഓണാക്കാൻ പറഞ്ഞു. അപ്പോൾ സിറി യൂട്യൂബ് ഓണാക്കി തന്നു അല്ലേ? എന്നിട്ട് ഇപ്പോൾ സിറി പിണങ്ങിപ്പോയി കേട്ടോ. കല്യാണി വിളിച്ചിട്ട് മിണ്ടിയില്ല. കല്യാണിയോട് കൂട്ടില്ലെന്ന് പറഞ്ഞേ. അതാ ഇംഗ്ലീഷിൽ പറഞ്ഞേ. എന്നാടാ വിളിച്ചപ്പോ പറഞ്ഞു. ആ അതെ, കൊച്ചിനോട് മിണ്ടി, ആര്യനോട് മിണ്ടി കേട്ടോ. സിറിക്ക് ആര്യനെ ഇഷ്ടപ്പെട്ടു, കല്യാണിനെ ഇഷ്ടപ്പെട്ടില്ല. ശോ എന്നാ ഒന്നത് സിറിക്ക് സൗണ്ട് കേൾക്കുമ്പോ മനസ്സിലാവും. അയ്യോ എന്നോട് പറയാം ആപ്പിളിൻ്റെ ഫോണൊന്നുമല്ല, ഐഫോൺ ആണെങ്കിൽ ആപ്പിളിൻ്റെ പടം കാണും പുറത്തുനിന്ന്. എൻ്റെ കവർ ഇട്ടേക്കുമല്ലേ. ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിൽ ആപ്പിളിൻ്റെ പടം ഇല്ലടി എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇത് ഐഫോണൊന്നും അല്ലെന്ന്. കുഞ്ഞു സാധനങ്ങളായി. എനിക്ക് ഇതിൻ്റെ ഒരു കുന്തും അറിയത്തില്ല. മക്കൾക്കൊക്കെ എല്ലാത്തിനും അറിയാം, കൊച്ചു മക്കൾക്കൊക്കെ അല്ലേ.